അതിരപ്പള്ളി വനമേഖലയിൽ കാണപ്പെട്ടിരുന്ന തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയുടെ അതിജീവനത്തിന്റെ ആശങ്കയൊഴിയുന്നു. ഏകദേശം 2 വർഷം മുൻപാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ അതിരപ്പള്ളി വനമേഖലയിൽ ആദ്യം കാണപ്പെടുന്നത്. ആനക്കുട്ടി റോഡ് മുറിച്ച് കടന്ന് വനത്തിലേക്ക് കയറിപ്പോയി. വ്യാഴാഴ്ച രാവിലെ തുമ്പൂർമുഴി പത്താറ് ഭാഗത്ത് 12ഓളം ആനകളുടെ കൂടെയാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി റോഡ് മുറിച്ച് കടന്ന് വനത്തിലേക്ക് കയറിപ്പോയത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ സമീപത്ത് പുഴയിൽ വെള്ളം കുടിക്കുവാനും എത്തിയിരുന്നു. കുറച്ച് ദിവസമായി തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയടങ്ങുന്ന സംഘത്തെ വ്യാപകമായി ഈ മേഖലയിൽ കാണപ്പെട്ടു വരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. ഏകദേശം 2 വർഷം മുൻപാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ അതിരപ്പള്ളി വനമേഖലയിൽ ആദ്യം കാണപ്പെടുന്നത്. അന്ന് ആനപ്രേമികളുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു. തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി എന്തു ചെയ്യുമെന്ന വലിയ ആശങ്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ തുമ്പി ഉപയോഗിച്ച് വെള്ളവും ഭക്ഷണവും കഴിച്ച് ഊർജ്ജസ്വലനായി തന്നെയാണ് ആനക്കുട്ടിയെ കാണപ്പെടുന്നത്. ചെറുതും വലുതുമായി മറ്റു 12 അംഗ സംഘത്തിന്റെ ഒപ്പമുള്ള തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യം പകർത്തിയത് വെള്ളുവനാട് നാദം നാടക ട്രൂപ്പിലെ അതിരപ്പള്ളി സ്വദേശിയായ ആനന്ദ് മുരുകനാണ്. ഇദ്ദേഹം പരിപാടിക്കായി വീട്ടിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുമ്പോഴാണ് ആനസംഘം റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യം പകർത്തിയത്. ഭക്ഷണം തേടി കാടുകളിൽ നിന്ന് ജനവാസ മേഖലയിൽ സജീവമാണെങ്കിലും മറ്റു നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കുന്നതും വലിയ ഭാഗ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനകൾ കടന്നുപോയ സമയത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി.